എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് ഷോയുടെ ഗ്രാൻഡ് ഫിനാലെയൊക്കെ കഴിഞ്ഞിരിക്കുകയാണല്ലേ. ജിൻഡോ കപ്പ് നേടിയിരിക്കുകയാണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സീസൺ 6 തുടങ്ങി ഡേ 1 മുതൽ 99 ഡേ വരെ കുറെ ആൾക്കാരിരുന്ന് പറഞ്ഞായിരുന്നല്ലോ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇതുപോലെ വൃത്തിയായിട്ടൊരു ഷോ വേറെയില്ല. ജാസ്മിന് വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ ഗെയിമൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ റൺ ചെയ്യുന്നത് തന്നെ ജാസ്മിന് വേണ്ടിയിട്ടാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലുള്ള അതായത് അതിൻ്റെ ക്രൂ മെമ്പേഴ്സിൽ ഒരാൾ ജാസ്മിനുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്. അദ്ദേഹം ജാസ്മിന് കപ്പ് കൊടുക്കണം എന്നുള്ള രീതിയിലേക്കാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേറെ കുറെ ആൾക്കാരിരുന്ന് കൊടി പിടിച്ച് വാദമായിരുന്നല്ലോ ഇത്തവണത്തെ ബിഗ് ബോസിന്റെ കപ്പ് ജാസ്മിൻ എന്നല്ല പറയുന്നത്, മുല്ലപ്പൂവിന് നാണമില്ലല്ലോ. എവിടെ പോയി നിങ്ങളൊക്കെ? ഇനി പറയാൻ പറ്റുമോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കള്ളമാണ്, അതായത് അവർ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ഒരാൾക്ക് മാത്രമേ കപ്പ് കൊടുക്കൂ, അതിനപ്പുറത്തേക്ക് ജാസ്മിൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കപ്പ് കിട്ടുമെന്നുള്ള പേരിൽ നിങ്ങൾ എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ യൂട്യൂബ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോം വഴി ആ പെൺകുട്ടിക്കെതിരെ പറഞ്ഞു പരത്തിയത്. അതായത് ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിൽ ഒരാളായ ഹാഫിസ് എന്നൊരാളുമായിട്ട് ജാസ്മിന് എന്തൊക്കെയോ ബന്ധമുണ്ട്. അദ്ദേഹം ജാസ്മിന് മാത്രമേ കപ്പ് കൊടുക്കത്തുള്ളൂ. ഇത്തവണത്തെ കപ്പ് ജാസ്മിന്. എന്നിട്ട് എന്തായി? എവിടെ പോയി നിങ്ങളുടെയൊക്കെ വീരവാദം? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ വീഡിയോയിലൂടെ ഇത്രമാത്രം മോശമായിട്ടുള്ള കാര്യങ്ങൾ സൈബർ ബുള്ളിങ് ആയിട്ട് ഈ പെൺകുട്ടിക്ക് എതിരെ പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ അതേ ചാനൽ കൂടെ ഒരു മാപ്പപേക്ഷ ജാസ്മിൻ ഞങ്ങളോടൊക്കെ ക്ഷമിക്കണം എന്നൊരു മാപ്പപേക്ഷ പറയാനുള്ള ഗട്ട്സ് ഉണ്ടോ? പറയാനുള്ളതെല്ലാം ഒരു പെൺകുട്ടിക്ക് നേരെ വായി തോന്നുന്ന രീതിയിലൊക്കെ പറഞ്ഞു അല്ലേ. കപ്പ് കിട്ടിയപ്പോൾ കപ്പ് കിട്ടിയ ആളെ വാനോളം പുകഴ്ത്തിയിട്ട് പൊടിയും തട്ടി നിങ്ങൾ പോകുന്നു. അപ്പോഴും ഓർക്കുക, നിങ്ങൾ ചെയ്ത തെറ്റ് സോഷ്യൽ മീഡിയയുടെയും ഈ ലോകത്തിന്റെയും മുന്നിൽ തന്നെയുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരിക്കലും അവർ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ആൾക്കല്ല കപ്പ് കൊടുക്കുന്നത്. ഇത്രയും ജനലക്ഷങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനൊരു ഷോയോ സംഘാടകരോ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലോ, ഏഷ്യനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്നത് ഒരു പക്ഷേ 2, 3 അല്ലെങ്കിൽ 6 വർഷമായിട്ടേ ഉള്ളൂ. ഏഷ്യനെറ്റ് എന്ന് പറയുന്ന ചാനലിന്റെ തുടക്കം എന്നുള്ളത് ഏത് വർഷത്തിലാണ് നിങ്ങൾക്ക് അറിയാമോ? എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്, എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുള്ള ഷോസ് റൺ ചെയ്ത് ടെലികാസ്റ്റ് ചെയ്ത് വിജയിച്ചിട്ടുള്ള ഒരു ചാനലാണ്. ആ ചാനലിനെതിരെ എത്രമാത്രം വൃത്തികേടുകളൊക്കെയാണ് ഈ റിവ്യൂവേഴ്സ് എന്നുള്ള പേരിൽ അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തിയത്. ഇപ്പോൾ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞു. ബിഗ് ബോസ് എന്ന് പറയുന്ന സീസൺ 6 എൻഡായി. നിങ്ങൾ പൊടിയും തട്ടി പോകുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പറഞ്ഞു പരത്തിയ സൈബർ ബുള്ളിങ്, ഇട്ടുകൊടുത്ത സൈബർ ബുള്ളിങ്, ഒരു പെൺകൊച്ചിനെതിരെ നിങ്ങൾ പറഞ്ഞു പരത്തിയ മോശം കാര്യങ്ങൾക്ക് ഒരു തവണയെങ്കിലും സോറി അല്ലെങ്കിൽ ഒരു മാപ്പ് പറയാനുള്ള ഗട്ട്സ് ഉണ്ടായിരിക്കണം. അടുത്ത സീസണിലെങ്കിലും ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ മാന്യമായ രീതിയിൽ റിവ്യൂ ചെയ്യട്ടെ എന്നുള്ളൊരു അപേക്ഷയോടുകൂടി വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.